content. I'm dedicated to the actor right here in our studio. Anup Leonard. Fast Track RCR 25. Fast Track, #1 in quality, available in attractive gift packing. Now, for the price of a one-bedroom, top dreaming. But you can get a TCL LED TV for the price of a LCD TV. Upgrade your viewing experience with TCL. Distributed by Eurostream. Sarah, have you gone now? Oh, honey, it's fine. I just wanted to get my hair back with natural black ironing, and I've just cut off with this black paint. It's looking dull. Don't go to extremes to get your hair looking beautiful. Also to radio for your daily dose of hair care tips at slightly neutral prices. Oh, for work. Then maybe I'll catch up with the girls. We've got shopping, then out for dinner. Introducing the new Knoll 30-day pass, the perfect way to enjoy unlimited travel on all Dubai public transport. You'll not only save real money, but you can relax knowing that no matter how much you travel, you'll constantly have to long-run rates. The Knoll 30-day pass, for only 100 dirhams with special rates for seniors and students. Get yours now at metro stations. Roads and transport provided. Together, we build the future of Dubai. ബിസിനസിന്റെ ബിസിനസ് പ്ലാനിൽ പണം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ടോട്ടൽ ലാഭിക്കുന്നു. എന്റെ ബിസിനസ് ഇതാണ് എന്റെ നിങ്ങളുടെ ഏറ്റവും ബിസിനസ് ലാൻഡ് ലൈനിൽ ഇനത്തിന് വെറും 1 ദിർഹം നിരക്കിൽ 20 രാജ്യങ്ങളിലേക്ക് വിളിച്ചു. ഇന്ന് തന്നെ 800-500-800ലേക്ക് വിളിച്ചു. ഏറ്റവും ഗ്ലോബൽ ബിസിനസ് പ്ലാനിന്റെ വഴിക്കാരാകും. ഓഫർ പരിമിതകാലത്തേക്ക് മാത്രം. നാടിന് വല്ലാണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല. അതല്ലേ നാട്ടിൽ കൂടുതൽ പേര് ഞാൻ നാടിനെ ഇങ്ങോട്ട് എത്തിക്കാൻ തീരുമാനിച്ചത്. അതിന് സ്പെഷ്യൽ ഇത് കുറച്ച് എല്ലാവരും കഷ്ടം അവനോട് സപ്പോർട്ട് ചെയ്യുന്ന പടമാക്ക് ടിക്കറ്റ് ടിക്കറ്റ് എല്ലാം റെഡിയാക്കി വയ്ക്കും. കഴിക്കാൻ എന്നാ വേണമോ അതെല്ലാം അടിച്ചു കൊടുക്കും മാനേജർ. അതല്ല അപ്പൊ ഉടനെ അവിടെ വന്ന് ഓക്കെ ഇതിലേത് അരവിന്ദ് അവരൊക്കെ ഇംഗ്ലീഷ് പിന്നെ രണ്ട് വിളിച്ചിരിക്കും മേനെ. വീഡിയോ ഉണ്ട് വീഡിയോ. നീങ്കെല്ലാം ഇരുന്ന കൂടെ ഒരു ബംഗാളി സെന്ററിൽ 5 പേര് മൊത്തം 3 പേര് പാസ്. We're going back to the conversation with Anup Menon. Questions വന്നിട്ടുണ്ട്. Questions മാത്രമല്ല ഒരുപാട് കൺഗ്രാജുലേഷൻസ് വന്നിട്ടുണ്ട്. അംബീഷൻസ് അല്ലെങ്കിൽ അംബീഷനുള്ള ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. അല്ല, I never had any I want surprises. നമ്മുടെ അംബീഷനും പ്രതീക്ഷകളും വെച്ചിട്ട് ആ സർപ്രൈസുകളെ ഞാനൊരിക്കലും ഒരു ഫിലിം ഫെയർ അവാർഡ് സ്വപ്നം കണ്ടിട്ടില്ല. ഷാറുഖ് ഖാൻ മറ്റേത് പറഞ്ഞല്ലേ. അതെ, കിട്ടിയുള്ളത് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു കിട്ടിയിട്ട് റിയലൈസേഷൻ ഉണ്ടാവുന്നത്. ഞാനവിടെ പോയപ്പോഴും ആ ഈ ബ്ലാക്ക് ലേഡി കൈ പിടിച്ചിട്ടും ഞാൻ പറഞ്ഞതാണ്. Okay. Never ever be nervous when you're holding a lady by her waist.
And you're going to, I think that's another lady, അല്ലേ ഏഷ്യാവിഷൻ്റെ അവാർഡ്. ഏഷ്യാവിഷൻ്റെ അവാർഡ് പറയുന്നത് എനിക്ക് വളരെ കാരണം എൻ്റെ കരിയറിൽ ഏറ്റവും അധികം എന്നെ സഹായിച്ചിട്ടുള്ളതും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും വലിയ സെക്ഷൻ ഗൾഫ് മലയാളികൾ തന്നെയാണ്. കാരണം സീരിയൽസ് ടൈം അവര് അതിപ്പോൾ എന്നെ കേരളത്തിലേക്ക് വിളിക്കാൻ സാമ്പത്തികമായിട്ട് ഉള്ള ഭദ്രതയുള്ള ആളുകൾ മാത്രമല്ല, ഒരു വൈകുന്നേരം കിട്ടുന്ന ദിറമിൻ്റെ ഒരു പാതി എന്നെ വിളിക്കാൻ വേണ്ടി മാറ്റിവെച്ച് ഈ സീരിയൽസും പിന്നെ വരും സിനിമകളും ഒക്കെ കാണുകയും വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ തരികയും ചെയ്തു ഒരു വലിയ ജനവിഭാഗം അവരെനിക്ക്. കാരണം എനിക്കിപ്പോൾ എന്താറിയാം, ഒന്ന് ഏഷ്യാവിഷൻ അവാർഡിന് പോകുമ്പോൾ അവർ എവിടെയൊക്കെയോ ആ ക്രൗഡിൽ ഇരിപ്പുണ്ടാവും. അവരെല്ലാം അത് കാണുന്നു. ഇതെല്ലാം വലിയൊരു ഭംഗിയാക്കി പറയുന്നതല്ല, അവർക്കും അറിയാം എന്നെ അത്രയധികം ഇഷ്ടമുള്ളവരാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് കോട്ട് ചെയ്യേണ്ട ഒരു ഇൻസിഡൻറ്റ് സംഭവം എന്ന് വെച്ചാൽ, സജി സുരേന്ദ്രൻ, അനൂപ് മേനോൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊരു ടീമാണ് നാട്ടിൽ എന്ന് വെച്ചാൽ. ട്രിവാൻഡ്രത്ത് ഇവരെല്ലാം ഒരു ടീമാണ്. ആഴം എന്ന് പറഞ്ഞ ടെലിഫിലിം ഒരുമിച്ച് ചെയ്ത് സജിയുടെ ഫസ്റ്റ് പടത്തിൽ എന്തായിരുന്നാലും അനൂപും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ സ്ക്രീൻ സീരിയൽ നടക്കുന്ന സമയത്ത് മേഘമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓൺ സ്ക്രീൻ അനൂപ് ഒരു നമ്പർ പറയും, ഇതാണ് എൻ്റെ നമ്പർ. അത് ഓൺ സ്ക്രീൻ പറഞ്ഞത് സജിയുടെ നമ്പറാണ്. ഇൻസിഡന്റ് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ സജി എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസിഡന്റ് നമുക്ക് നന്നായിട്ട് അറിയാം. സജിക്ക് ഭയങ്കര ഇരിച്ചപ്പുറതി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗൾഫിൽ നിന്ന് കോൾ, ഏറ്റവും കൂടുതൽ കോൾ കിട്ടിയിട്ടുള്ള ഗൾഫിലാണ്. നമ്മൾ പറയും നാട്ടിൽ അതിന്റെ ഇരിക്കുന്നതോറും നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് കുറച്ചും കൂടി ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ സീറ്റഫിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് ഒരിക്കൽ കൂടി ഓർമ്മിക്കാനുള്ളത് ഏഷ്യാവിഷൻ മൂവി അവാർഡ് 25th, അതായത് അടുത്ത കമ്മിങ് ഫ്രൈഡേ ആണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെയൊക്കെ ഒരുമിച്ച് ഒരൊറ്റ സ്റ്റേജിൽ കാണാനുള്ള ഒരു ചാൻസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടിക്കറ്റ്സ് ഉറപ്പുവരുത്തുക. എല്ലാ ലുലു ഔട്ട്ലെറ്റ്സിലും ടിക്കറ്റ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. അത് കാരണം ഷാർജ ജോബ് ഇൻ തിരക്കഥ ഡാൻസ് അല്ലെങ്കിൽ ഒരു നല്ല സീൻ ഒന്നും ഓപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് യു ആർ സെലക്ടീവ് ഇൻ യുവർ ക്യാരക്ടർ. അല്ലല്ല, ഇത് എൻ്റെ ഒരു വളരെ എന്താണ് രക്ഷപ്പെടലിന്റെ ഓപ്ഷനാണ്. സെലക്റ്റീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കതിൽ നിന്നും വിളിക്കാമല്ലോ. അതെ അതെ. വർഗീസ്, അത് നേരത്തെ ചോദിച്ചത് മാത്യു ആയിരുന്നു. വർഗീസ് ബേബിയുടെ മെസ്സേജാണ്. താങ്കളുടെ ഒരു വലിയ ഫാനാണെന്ന് പറഞ്ഞിരുന്നു. ഡയലോഗ് ഡയലോഗ് കൂടിയിട്ടുണ്ട്. ആൻഡ് ഇതിനെല്ലാം പുറമെ വേറൊരാൾ ചോദിച്ചിട്ടുള്ള അതിൻ്റെ ഫേസ്ബുക്ക് ഐ ഡി എന്താണ്? വെരി മച്ച് ഓൺ മൈക്രോ ബ്ലോഗിംഗ്. ഇല്ല, ഞാൻ ഫേസ്ബുക്കിൽ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ ഞാൻ തന്നെ എനിക്ക് 25 ആരാണ് ഞാൻ എന്നുള്ളത് എനിക്ക് ചെയ്തിട്ടുള്ള ഈ ഏറ്റവും ഒടുവിലത്തെ കുറച്ച് സിനിമകളെ കുറിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇവിടെ പേഴ്സണലി പ്രണയം എന്ന ചിത്രം വന്നപ്പോൾ നമ്മളിവിടെ സംസാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രണയം എന്ന ചിത്രത്തില് അനൂപ് മേനോൻ ചെയ്തിട്ടുള്ള അതുകൊണ്ട് പറയാം, എനിക്ക് ആ ഒരു സീക്വൻസ് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു സീക്വൻസ് ആണ് അവസാനത്തെ അമ്മയോട് വിളിക്കുന്ന ആ കോള് എന്ന് വെച്ചാല് ഒന്ന് NRI, അതായത് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്തുള്ള അവസാനത്തെ കോളാണ്. നമുക്ക് എത്രത്തോളം പറയുമ്പോൾ എനിക്ക് ഐ എം ഫീലിംഗ് ഇറ്റ് ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്തുള്ള ലാസ്റ്റ് കോളാണ് ചെക്ക് ചെയ്ത് വിളിക്കാം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു നാച്ചുറൽ എഫക്റ്റ് അത് എന്തായിരുന്നു. ദാറ്റ് വാസ് വൺ ബ്രില്യൻ ജോബ്. അത് ഒരുപക്ഷെ ആസ് എ സ്ക്രിപ്റ്റ് അതിന് ശേഷമാണ് യു കമ്മിങ് ടു ചേട്ടനായിട്ടുള്ള ഡിസ്കഷൻസിലും ഒക്കെ എന്തായാലും യുവർ പാട്ടൊന്നും ഉണ്ടെന്ന് ആ ഒരു സീൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു റെഫറൻസ് അതിന് കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് നേരത്തെ ആരും ചെയ്തു. ഈ ലത്തേനായിട്ടുള്ള സംഭാഷണങ്ങളിൽ ആദ്യം എന്നോട് ഈ കഥ പറയുമ്പോൾ ആ ഒരു സീൻ എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ അങ്ങനെ ഇഫ് ഐ ഡു ഇറ്റ് വെൽ. കാരണം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അനൂപ് ചേർന്ന മകൻ എന്ന് മാത്രമല്ല എനിക്ക് 34 വയസ്സായി. ഈ 34 വയസ്സിൽ ഒരു 50-കാരൻ്റെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ അച്ഛൻ. അപ്പം അവൾ വളർന്നു വരുന്ന ഒരു ഇൻസെക്യൂരിറ്റീസ്. അതേസമയം അച്ഛൻ ഈ അനൂപ്യറും ഈ
നമ്മുടെ സുരേഷ് മേനോനുള്ള ക്യാരക്ടറുമായിട്ട് ഒരു കുട്ടിക്കളി ബന്ധമാണ് അച്ഛനും അയാളുമായിട്ട്. അത് ഒരു സെംബ്ലൻസ് ഓഫ് ഒരു കുസൃതി അതിനകത്ത് കൊടുക്കുകയെന്നാണ്. പിന്നെ അമ്മ എന്ന് പറയുന്നത് അയാൾ എവിടെയാണ് നിൽക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പം അയാളുടെ പൊസിഷനിങ് എങ്ങനെയായിരിക്കും? അയാൾക്ക് 48 വയസ്സായി. ഇയാൾ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയുടെ സൗണ്ട് കേട്ടത്. അയാളിൽ ഇന്നും തന്നെ ഇട്ടേച്ച് പോയ അമ്മയോട് തോന്നിയ എല്ലാ ദേഷ്യവും അയാളുണ്ട്. പക്ഷെ 48 ഇയേഴ്സിന്റെ മെച്ചൂരിറ്റി അയാൾ കാണിച്ചിട്ടുണ്ട്. ഇത് എവിടെ അയാളുടെ ബോഡി ലാംഗ്വേജ് എവിടെ പ്ലേസ് ചെയ്യണം, അയാളുടെ ശബ്ദം എവിടെ പ്ലേസ് ചെയ്യണം, ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. അത് ഏറ്റവും അധികം വന്നത് ആ ഒരു കാരണം. ഇപ്പം ജയപ്രദയോട് ആദ്യം ചൂടാവുന്ന രംഗം വളരെ ഈസിയാണ്. നമുക്ക് ആക്ടർ വർക്ക് അതല്ല ഈ ഒരു പൊസിഷൻ വരുമ്പോൾ അവിടെ ഇല്ലല്ലോ ശരിക്കും. അത് ഷൂട്ട് ചെയ്യുമ്പം ഞാൻ മാത്രമല്ലോ എയർപോർട്ടിൽ ഞാനും ബ്ലസേട്ടൻ മാത്രമേ. ബ്ലസേട്ടൻ ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്തതും ഏറ്റവും അധികം ടെൻഷൻ അടിച്ചതുമായ മെറിഡിയനിലാണ് നമ്മൾ പ്രശാന്ത് മാധവ് അസാധ്യമായ സെറ്റാണ്. മെറിഡിയന്റെ കോൺഫറൻസ് ഹാളിൽ ഇട്ട സെറ്റാണ് ആ എയർപോർട്ട് എന്ന് പറയുന്നത്. അവിടെ ഇത് ചെയ്യുന്നു. ഇയാളെ ഏറ്റവും ഒരു ആക്ടർ എന്ന രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻസ് ആക്കുന്നതും ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന പോയിന്റ് ഇയാൾ എങ്ങനെ പ്ലേസ് വേർ ഡസ് ദ ബോഡി ലാംഗ്വേജ് വേർ ഡസ് ദ വോയിസ് ഡബ് ചെയ്യുമ്പോഴും അതിന് അയാൾക്ക് എത്രമാത്രം അയാൾ കരയും, അയാൾക്ക് എത്രമാത്രം അയാളുടെ കണ്ണിൽ നനയാണ്. അതൊരു മെഷർ ഉണ്ട്. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഓഫ് നൈറ്റ്. ഞാനില്ല പറയുന്നത് ഒന്നും പറയാട്ടാ. എനിക്ക് പത്താം എന്റെ ലൈസൻസ് ഞാൻ കൊണ്ടു കൊടുക്കണം. അയാളുടെ എന്താ പറഞ്ഞാലും അവൻ ന്യായമുണ്ട്. ഉടനെ ന്യായമല്ല പിന്നെന്താ നീங்க കാണത്തില്ലല്ലോ. ഞാൻ ദ്രോപടി നിർത്ത വേണ്ടി വന്ന് അതാ പറഞ്ഞ നിർത്തിയൊക്കെ അവിടെ ഇരിക്കും. ഞാൻ നിർത്ത വേണ്ടി ക്ലച്ച് വെച്ച് ബ്രേക്ക് മിരിച്ച് നിർത്ത വേണ്ടി ഞാൻ പോകുന്നു. നിർത്താൻ അവിടെ നിർത്താൻ ഞാൻ കണ്ടില്ല. ബ്രേക്ക് അടിച്ച് പിന്നെ തീരിട്ട് പോകാൻ ഞാൻ എല്ലാം കണ്ടില്ലേ. നീங்க കണ്ടേ എല്ലാം കണ്ടല്ലോ. വീട്ടിലും കണ്ട പോലീസിലും കണ്ട അവിടെ കണ്ട് ഇവിടെ കണ്ട് എല്ലാം കണ്ടില്ലേ. എല്ലാം നീங்க കണ്ടേ. ഓടിക്കുന്ന ആള് എല്ലാം കാണണം. വിളിച്ചാൽ ഉടനെ പോകണം. ഓടിക്കുന്ന ആള് ഞാൻ കണ്ടിട്ട് അപ്പേ തന്നെ ക്ലച്ച് വിടുന്ന വെച്ചാ എന്തിനാ ടാപ്പിലെ ക്ലച്ച് വിട്ടു അവങ്ങാണ് കൈ ആദ്യം ഉടനെ ടാപ്പിലെ ക്ലച്ച് വിട്ട നേരം ആവട്ടെ മുകളിൽ പോയിട്ട് ഇല്ലെങ്കിൽ ഓഫായി അധികം പറയും നിറമില്ല. അത് ഇങ്ങനെയും പറയും. നാക്കിൽ വന്നിട്ട് നേരെ അടിച്ചു വിട്ട് അവൻ പോലീസ് ഫ്രണ്ടിൽ നിൽക്കുന്നു. നേരെ അടിച്ചു വിട്ട് അധികം പറയും. സ്ലോ ആക്കി കഴിഞ്ഞാൽ എന്തിനാ സ്ലോ ആക്കിന്ന് പറയും. പിന്നെ വിട്ടാന്ന് പറയും എന്തിനാ വിട്ട് പിന്നെ താക്കിലെ മാറി വണ്ടി ഇടിച്ചത് കണ്ടോ அப்படின்னு அதையும் പറയും. ഗിയർ മാറ്റിയെടുത്താൽ പറ്റില്ല அப்படின்னு അதையும் പറയും. നീ ഒന്നും കണ്ടില്ല, കണ്ടിട്ട് ന്യായം അടിക്കണ്ട. കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഒന്നും കണ്ടില്ല. നീ വിടാ 5 ലിട്ടായിരിക്കും. അല്ല 5 ലിട്ടല്ല 3 ഓടിക്കോണെങ്കിൽ വന്നിട്ട് 3 ലിട്ട. അല്ല എനിക്ക് അറിയാത്തില്ല. എന്നിട്ട് സമ്മതിക്കത്തില്ല തെറ്റ് പറ്റിയെന്ന്. അറിയാതല്ല അറിഞ്ഞോട്ടോ പിടിച്ചോട്ടെ ഇപ്പോ എന്നിട്ട് പിടി ഓടിക്കോണെങ്കിൽ 3 ഇട്ടിട്ട് പറയാ. എന്നിട്ട് ഞാൻ 3 ഇട്ടതാണ്. 5 ഇട്ടതാ. 5 ഇടില്ല 5 പോലെ 4 തന്നെ വില എത്രയാണ് നേരാ സ്ലോ ആക്കാൻ വേണ്ടി. നിർത്തുന്നത് അവിടെ ചാടി ചാടി വരുന്നുണ്ടോ എടുത്ത് കൊടുക്കും. നിർത്തി കുറച്ചപ്പ നിർത്തും. അതൊന്നും എടുത്താൽ കൊടുക്കും അല്ലേ. എല്ലാം എന്താ പറയാ കണ്ട് ഞാൻ കണ്ടില്ല. പോലീസെ കണ്ടില്ല. നീ വിടാന്ന് പറയുമ്പോഴാണ് പോലീസെ കണ്ട്. വിടാന്ന് പറയുമ്പോൾ ഗീര മാറ്റണം. ഗീര മാറ്റിയാ വിടണം. അത് പറഞ്ഞാൽ കണ്ടില്ല പോലീസ്. ഞാൻ കള്ളം പറയുന്നില്ല. പോലീസിനെ കണ്ടില്ല. അതുപോലെ നീ കാണല്ലോ. ഞാൻ കണ്ടത് പോലീസെ കണ്ടു. ഇവിടെ ഇങ്ങനെ കൈ ആറ്റില്ല പിടിപിടിയെ ആട്ടപ്പോ എന്റെ വണ്ടി